അതായത് കോൺഗ്രസ് അതായത് ഞങ്ങളെ സംബന്ധിച്ച് ഇത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയപരമായിട്ടാണ് കാണുന്നത്. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന ഒരു അവിശ്വാസ പ്രമേയമാണ്. UDF ചെയർപേഴ്സൺ ടിയാവിനു പുള്ളിക്കേണ്ട കഴിഞ്ഞ 8 മാസക്കാലമായി ചെയർപേഴ്സണായിട്ടിരുന്നത് സ്വതന്ത്ര കൂട്ടായ്മയുടെ ചെയർപേഴ്സണായിട്ടല്ല, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ UDFൻ്റെ ചെയർപേഴ്സണായിട്ടാണ് ഇരുന്നത്. അപ്പോൾ UDF നേതൃത്വം ആണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഞങ്ങളോട് ഇന്ന് അവിശ്വാസത്തെ ഫേസ് ചെയ്യാൻ പറഞ്ഞത്. UDF നേതൃത്വം വിപ്പ് കൊടുത്തു. അത് കോൺഗ്രസിൻ്റെ 2 കൗൺസിലർമാരും ജോസഫ് ഗ്രൂപ്പിൻ്റെ 3 കൗൺസിലർമാരും KDPയുടെ ഒരു കൗൺസിലറും ഞങ്ങൾ 3 സ്വതന്ത്ര കൗൺസിലർമാരും പൂർണ്ണമായി അംഗീകരിച്ചു. അപ്പോൾ ഇത് ഇടതുപക്ഷ ജനാധിപത്യത്തിന് കൊണ്ടുവന്ന അവിശ്വാസത്തെ UDF നേരിട്ടു. കോൺഗ്രസിൻ്റെ വിമതരാണ് ഇതിന് അവിശ്വാസത്തെ അനുകൂലിച്ചു. അല്ല, അതിൻ്റെ അകത്ത് ഒന്ന് പറഞ്ഞോട്ടെ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. കാരണം കോൺഗ്രസിന്റെ വിപ്പ് കൊടുത്ത് അംഗീകരിക്കുന്നവരാണോ അംഗീകരിക്കാത്തവരാണോ വിമതർ? ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവല്ലേ. ഒരു പ്രസ്ഥാനത്തിലും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം ഒത്തിരി കഴിഞ്ഞ 25 വർഷമായി കൗൺസിലറാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിപ്പ് കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കുന്നവരാണ്, അതിന്റെ നേതൃത്വമാണ്. ആ നേതൃത്വം വിപ്പ് കൊടുത്തു. അപ്പോൾ ആ വിപ്പ് കൊടുക്കുമ്പോൾ മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ച വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു പാർട്ടി അത് വിപ്പ് കൊടുക്കുമ്പോൾ ചിഹ്നം കൊടുത്ത ആളാണ് വിപ്പ് കൊടുക്കുന്നത്. ചിഹ്നം കൊടുത്തുകൊണ്ടല്ലേ കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പ് എല്ലാ കൗൺസിലർമാരും ആകുന്നത്. അപ്പോൾ ജോസഫ് ഗ്രൂപ്പിൻ്റെയൊക്കെ ഏറ്റവും ഉന്നതനായ നേതാവ് PJ ജോസഫ് സാറാണ് വിപ്പ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് അതിന് അധികാരപ്പെട്ട ആള് നാട്ടക സുരേഷാണ്, DCC പ്രസിഡന്റാണ്. അദ്ദേഹം ഇന്നലെ നിങ്ങളോട് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞല്ലോ വിപ്പ് കൊടുത്തെന്ന്. അപ്പോൾ താഴേക്കടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, എല്ലായിടത്തും ഉണ്ടാകാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നേതൃത്വം ഒഫീഷ്യലായിട്ട് അവരുടെ KPCC പ്രസിഡന്റിനെ ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു, ആരാധനായ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ ഉൾപ്പെടെയുള്ള നിർദ്ദേശം അനുസരിച്ചാണ് വിപ്പ് നൽകിയതും. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് വിമതര്. അല്ല, അത് അവർ സംഘടനാപരമായ കാര്യമാണ്, സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അല്ലെങ്കിൽ DCC പ്രസിഡന്റിനെ പോലെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA കൂടിയാണ് അദ്ദേഹം പരസ്യമായി മീഡിയയോട് പറഞ്ഞ കാര്യമാണ് കോൺഗ്രസിൻ്റെ കെട്ടുറപ്പിനെയും അതിൻ്റെ സംഘടനാപരമായ രീതികളെക്കുറിച്ചൊക്കെ. അപ്പോൾ തീർച്ചയായും നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്ല, എനിക്ക് അതിനെപ്പറ്റി പറയാൻ അറിയത്തില്ല. കാരണം ഇതിൻ്റെ പൊളിറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് പറയാൻ അറിയത്തില്ല. രാഹുൽ ഗാന്ധിയുടെ ഒപ്പം നിൽക്കുന്നതാണെങ്കിൽ എല്ലാ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ആയിരിക്കും, ആയിരിക്കും. ചിലപ്പോൾ അങ്ങനെയാണെങ്കിലും ഇനി വരും കാലങ്ങളിലൊന്നും പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ലായിരിക്കാം. ഞാൻ അത്രയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊരു രാഷ്ട്രീയ പാരമ്പര്യം എനിക്കില്ല. ചിലപ്പോൾ അടുത്ത വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസും എല്ലാം ഒന്നിച്ചാൽ പാലായിൽ തെരഞ്ഞെടുപ്പ് പോലും കാണത്തില്ല. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഉള്ളപ്പോൾ നമുക്ക് കാണാം. അതിനെപ്പറ്റി ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാനാണ്. ഞങ്ങൾ 3 പറയാതെ ഞങ്ങൾ സ്വതന്ത്ര കൂട്ടായ്മ ഞങ്ങൾ 9 പേരുണ്ട്. 9 പേര് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞങ്ങൾ 9 പേരുണ്ട്. അത് വടംവലി ഒന്നുമല്ല, ശക്തി പരീക്ഷണമല്ല. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ചുകൊണ്ട് പോകുന്ന 9 പേര്. ഞങ്ങൾ 9 പേരും. ഞങ്ങൾ UDF അല്ല. അത് സംസാരിക്കും. കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാനാണ് ഞങ്ങൾ ഈ വോട്ട് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ഒരു കാര്യം കൂടെ ചോദ്യത്തിനൊപ്പം ഒരു കാര്യം കൂടെ അവർ പറയുന്നത് അവർക്കാർക്കും വിപ്പ് കിട്ടിയില്ല എന്നുള്ളതാണ്. വിപ്പ് കിട്ടിയിരുന്നു. എനിക്ക് വിപ്പ് കിട്ടിയിരുന്നു. ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. വാട്സാപ്പിലും അയച്ച് കിട്ടിയിരുന്നു. പേപ്പർ മെറ്റീരിയലായിട്ടും കിട്ടിയിരുന്നു. ആ വിപ്പിനനുസരിച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. DCC പ്രസിഡന്റ് നാട്ടം സുരേഷ് MLA തന്ന വിപ്പിനോടനുബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്തത്. ഞാനും പ്രിയയും അതിനനുസരിച്ച് നിന്നു. മറ്റുള്ളവർ ആ വിപ്പ് കിട്ടിയില്ല എന്നുള്ളൊരു തൊടി ന്യായം പറഞ്ഞ് വീടുകളിൽ നിന്ന് മാറി നിന്നൊക്കെയാണ് അവരത് ഒഴിവായെന്ന് പറയുന്നു. പക്ഷേ ആ വിപ്പ് ഏത് രീതിയിലാണോ ഇവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതിനനുസരിച്ചുള്ള നടപടികൾ DCCയിൽ നിന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ. കാരണം നേതൃത്വം പറഞ്ഞിരുന്ന ഒരു കാര്യത്തിലേക്ക് അത് അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഔദ്യോഗികമായിട്ട് ഞാൻ തന്നെ നിൽക്കുന്നതാണ് ഞാൻ പറയുന്നത്. കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്ന ഒരു വിപ്പ് ലംഘിച്ചുകൊണ്ട് പോകുന്നതാണ് കോൺഗ്രസിന്റെ അഭിമാനം രക്ഷിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഞങ്ങൾ അത് എല്ലാവരും കൂടി വിളിച്ചു വരുത്തുകയും ചെയ്തു. ഞാൻ അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞു. പലരും അതിൻ്റെ അകത്ത് വിരുദ്ധാഭിപ്രായം പറഞ്ഞവരുണ്ട്. അത് പൊതുവായ ഒരു കാര്യം വരുമ്പോൾ എല്ലാവരും അതിൻ്റെ അകത്ത്
പറയപ്പെടും. പക്ഷെ അത് ഒരു മണ്ഡലം കമ്മിറ്റിക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് എന്തുകൊണ്ട് പിൻവലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് നമുക്ക് DCCയിലേക്കോ ഉള്ള കമ്മിറ്റികളിലേക്കോ ഒരു നിർദ്ദേശം കൊടുക്കുക, അതിനനുസരിച്ച് ഒരു തീരുമാനം അവർ പറയുന്ന തീരുമാനം വേണം നമ്മൾ എടുക്കാൻ. അതായത് അങ്ങനെ ഒരു തീരുമാനമെടുത്തു, പാർട്ടി വിപ്പ് പറഞ്ഞതനുസരിച്ച് കാര്യങ്ങൾ പങ്കെടുത്തില്ല. പക്ഷെ അതിനുശേഷം ഇവിടെ വരുന്നത്, ഈ സ്ഥലത്ത് വരുന്നത്, ഇവരോടൊപ്പം നിൽക്കുന്നത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണല്ലോ. അത് UDFന്റെ തീരുമാനമാണ്. ഇത് UDF ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലാണ്ട് ഞാനെന്നൊരു വ്യക്തിയോ കോൺഗ്രസിന്റെ ഒരാളോ മാത്രമല്ല, UDF ആണ് ഇവിടെ നേതൃത്വം പറഞ്ഞത്. കാരണം ഇത് UDF ഒന്നിച്ച് നിൽക്കുന്നത്, കാരണം വിപ്പിനനുസരിച്ച് നിൽക്കുന്നവരാണ് ഞങ്ങള്. കോൺഗ്രസ് രണ്ട് തട്ടിലായില്ലെന്ന് പറയില്ല, കാരണം കോൺഗ്രസ് ഒന്നായിട്ടാണ് നിൽക്കുന്നത്. യഥാർത്ഥ കോൺഗ്രസ്സുകാർ ഒന്നിച്ച് തന്നെ നിൽപ്പുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ഉൾപ്പെടെ വന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് കമ്മിറ്റി ഓപ്പറേഷനാണ്, ജോസ് കെ മാണി ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു ചരടുവലിയാണ്. അത് തന്നെയാണോ? അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഔദ്യോഗികമായിട്ടുള്ള എന്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ഔദ്യോഗികം മുകളിൽ നിന്നുള്ള DCCകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ച് മാത്രമാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരു വ്യക്തികളുമായിട്ടോ ഒരു പാർട്ടിയായിട്ടോ ഞാനിൻ്റെ അടുത്ത് ചർച്ച ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ട് ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയാവുന്ന കാര്യങ്ങളുമല്ല. കോൺഗ്രസ് കൗൺസിലർമാർക്ക് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആ വലിയ രീതിയിൽ വാർഡുകൾക്ക് പണം അനുവദിക്കുന്നതിലൊക്കെ വിവേചനം കാണിച്ചു. ഇതൊക്കെ ശരിയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് ഈ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം എനിക്ക് അവിടെ 100% എനിക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. പണം അനുവദിച്ചതിൻ്റെ അകത്ത് വിവേചനം ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം അത് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേ പാറ്റേണിൽ തന്നെയാണ് പണം അനുവദിച്ച് പോയിരുന്നത്. പിന്നെ ഏതെങ്കിലും പുതിയ പദ്ധതികളോ കാര്യങ്ങളോ കൂടുതലായിട്ടൊരു വാർഡിലേക്ക് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഫണ്ടുകൾ ചിലപ്പം വന്നിരിക്കും. അത് മറ്റ് സ്കീമുകളുടെ ആയിരിക്കും വരുന്നത്. ഈ മാറി നിൽക്കുന്ന ഇപ്പോൾ വോട്ട് ചെയ്ത കോൺഗ്രസ് കൗൺസിലർമാരുടെ ഒരു വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണോ ചേട്ടനേക്കാന്ന് പാർലമെന്റ് പാർട്ടി നേതാവ് മാറ്റിയത്? അതിനെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. കാരണം അത് നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഓപ്പറേഷൻ ഇതിനുണ്ടോ? അല്ല, നമുക്ക് അതൊന്നും രാഷ്ട്രീയപരമായിട്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഇപ്പോൾ പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് അല്ല, അത് ഞാൻ പറഞ്ഞത് അല്ല, ഒന്നിച്ച് നിൽക്കും, അത് രാഷ്ട്രീയമാണല്ലോ. അത് കോൺഗ്രസിന്റെ ഭരണം ഉണ്ടാവുന്നതാണ്. ഇനി തുടർന്ന് കോൺഗ്രസിന്റെ ഭരണം തന്നെ ആയിരിക്കും. അല്ല, എനിക്ക് തോന്നുന്നത് 4 പേരുള്ള വിബന്ധന്മാർക്കാണോ അതോ 9 പേരുള്ള ഞങ്ങൾക്കാണോ ഭരണം എന്ന് അവർ ഉദ്ദേശിച്ചതും കൂടെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. ഏതായാലും UDFന്റെ കോൺഗ്രസിന് തന്നെ ഭരിക്കാൻ ഒരു രാഷ്ട്രീയ സാഹചര്യം പാലായിലില്ലല്ലോ. ഇപ്പോൾ അവർ വിമതരായി പുറത്ത് പോകുന്നതിന് മുമ്പ് പോലുമില്ല. അപ്പോൾ UDFന്റെ തീരുമാനം ഭരണം പിടിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾക്ക് UDF നേതൃത്വം കൊടുക്കുന്നവർ എന്ത് ചെയ്താലും അതോടൊപ്പം ഞങ്ങൾ എല്ലാവരും നിൽക്കും. ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഇന്നുകൊണ്ട് ഇത് നമ്മുടെ സാഹചര്യം മാറിയെന്ന് അറിയത്തില്ല. പാർട്ടി വിപ്പിൽ ലംഘിക്കുന്നവരാണ് പാർട്ടിയുടെ അഭിമാനം സംരക്ഷിക്കുന്ന പുതിയ നിർവചനം നമ്മളെ സംബന്ധിച്ച് അറിയത്തില്ല. ഞാൻ പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കുന്ന രാഷ്ട്രീയം, പാർട്ടി തീരുമാനം, മുന്നണി തീരുമാനം അംഗീകരിക്കുന്നവരാണ് പാർട്ടിയുടെ സംരക്ഷകരെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ, ഇനിയിപ്പോൾ എന്തായാലും ഈ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ വരും. പൂർണ്ണമായിട്ടും പുളിക്കക്കണ്ട കുടുംബത്തെ അധികാരത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി നടത്തിയ ഒരു കളികളല്ലേ? പുളിക്കക്കണ്ടത്തിൽ കുടുംബം അധികാരത്തിൽ പൂർണ്ണമായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ഞങ്ങൾ 3 പേരുണ്ടായി. ഞങ്ങൾക്ക് ഏതെങ്കിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടോ? വൈസ് ചെയർമാൻ ഉണ്ടോ? സാഹചര്യം വരാൽ ദിയ ചെയർപേഴ്സണായി. അതിൽ കവിഞ്ഞ് പുളിക്കക്കണ്ട കുടുംബത്തിൻ്റെ പറയേണ്ട കാര്യമല്ല. ഞങ്ങൾ 3 ഇൻഡിവിജ്വൽസ്, എൻ്റെ മോളാണെങ്കിലും ഞാനാണെങ്കിലും എൻ്റെ സഹോദരനാണെങ്കിലും ഞങ്ങൾ 3 പേര് വന്നപ്പോഴാണ് UDFന് ഭൂരിപക്ഷം വന്നത്. ഞങ്ങൾ UDFന്റെ പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഉന്നത നേതാവ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ, ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെ പാലായിൽ വന്ന് പ്രസംഗിച്ചു. അവർ ഓപ്പണായിട്ട് പറഞ്ഞു UDFന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ദിയെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ആ വിശ്വാസവും ആ കരുതലും തന്നെയാണ് ഞങ്ങളുടെ ശക്തി. ഞങ്ങൾ UDF നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്ത് അവർ ഞങ്ങളെ കഴിഞ്ഞ 7 മാസക്കാലം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ദിയയ്ക്ക് സാധിച്ചു. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് എന്നും കടപ്പെട്ടിരിക്കുകയാണ്, കോൺഗ്രസ് നേതൃത്വത്തോടും UDF നേതൃത്വത്തോടും. പിന്നെ താഴേക്കിടയിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അതിനൊന്നും ഞങ്ങൾ മറുപടി പറയുന്നില്ല. UDFന്റെ ഔദ്യോഗിക നേതൃത്വം ഞങ്ങളോട് മാറി നിൽക്കാൻ പറഞ്ഞതിനെ പോലും ഞങ്ങൾ രാജിവെച്ചാണ്. ഈ അവിശ്വാസത്തെ ഫേസ് ചെയ്യാതെ ഞങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം പറഞ്ഞത് അവിശ്വാസത്തെ ഫേസ് ചെയ്യണം. ഇത് രാഷ്ട്രീയമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയപരമായി കൊണ്ടുവന്ന അവിശ്വാസത്തെ നിങ്ങൾ നേരിടണം എന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ നേരിട്ടത്. വീണ്ടും ഒരു ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് വരും. എങ്ങനെയായിരിക്കും അതിനെ? അത് നേതൃത്വമല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങളെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അവർ പറയുന്നത്, ഞാൻ ഏതോ ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് കണ്ടുന്നു, ഞങ്ങളല്ല ആക്കിയത്. ശരിയാണ്, അവർക്ക് ഇതിൻ്റെ അകത്ത് റോളും ഇല്ലായിരുന്നു, ഞങ്ങൾക്കും റോളില്ലായിരുന്നു. ഇത് UDFന്റെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ ഉൾപ്പെടെയുള്ളവർ, ശ്രീ മാണി സി കാപ്പൻ MLA, നമ്മുടെ ഫ്രാൻസിസ് ജോർജ് MP,
തുടങ്ങിയ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആണ് ഈ എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഈ എഗ്രിമെൻറ്റിൻ്റെ കോപ്പി പോലും ഞാൻ നേരത്തെ പറഞ്ഞു വേറെ കൗൺസിലർമാരുടെ ആരുടെയിലും ഇല്ല, നേതാക്കന്മാരുടെ എല്ലാം ഉള്ളത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് UDF നേതൃത്വം പറയുന്ന നിർദ്ദേശങ്ങൾ അത് നാളുകളിൽ എന്തുമായിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ പോലെയുള്ള പിന്തുണ കൊടുക്കണമെന്നോ എന്താ എനിക്കറിയത്തില്ല. അത് കോൺഗ്രസിൻ്റെ വിമതരായി നിൽക്കുന്നവരുടെ അഭിപ്രായമാണോ UDF നേതൃത്വം കേൾക്കുന്നത്, അതോ UDFൻ്റെ വിപ്പ് അനുസരിച്ച ഞങ്ങളുടെ അഭിപ്രായമാണോ കേൾക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും UDF നേതൃത്വത്തിന്റെ തീരുമാനം അനുസരിച്ച് മാത്രമാണ് ഞങ്ങൾ മുമ്പോട്ട്. അവർ പറയുന്നത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ പിന്നെ അതായത് നിലവിലുള്ള മായ രാഹുലിനെ ചെയർപേഴ്സൺ ആക്കിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഭരണം എന്നുള്ളത് അതിനെ പിന്തുണയ്ക്കുന്നത്. അല്ല, മായ ഉൾപ്പെടെ ഇപ്പം അവർ 5 പേര് വിമത UDFന്റെ വിമതരായിട്ടാണല്ലോ ഇന്ന് രംഗത്ത് വന്നത്. 5 പേർക്ക് പാലാ നഗരസഭ ഭരിക്കാൻ പറ്റുമോ? നിങ്ങളതിന് പിന്തുണ കൊടുക്കുമെന്നുള്ളത് അല്ല, അത് പാർട്ടി UDF നേതൃത്വം പറയണ്ടേ. UDF നേതൃത്വം ഞങ്ങൾക്ക് ചർച്ച ചെയ്യണ്ടേ. ഞങ്ങളിപ്പോൾ ഇപ്പം എനിക്ക് മാത്രം പറയുന്ന കാര്യമാണ്, എൻ്റെ സഹോദരനോ എൻ്റെ മോക്കോ അല്ലെങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന കൗൺസിൽ ഇത് UDF നേതൃത്വം നിർദ്ദേശം തരട്ടെ. അതാ ഞാൻ പറഞ്ഞത്, പുതിയ മുന്നണി വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അതാ ഞാൻ പറഞ്ഞു, പാലായിൽ ഒരു പക്ഷേ ഇനി അടുത്ത കാലങ്ങളിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അങ്ങനെയായിരിക്കും. കേരള കോൺഗ്രസും CPM കൂടെ കൂടി കോൺഗ്രസ് വിമതരുമായിട്ട് ചേർന്ന് ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമായിരിക്കും. പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം ഇത് രാഷ്ട്രീയമായിട്ട് കാണാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് BJP ബന്ധമുണ്ടെന്നുള്ള അടക്കമുള്ള വിമർശനങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് ഉന്നയിച്ചോട്ടെ. അല്ല ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരോപണമല്ലേ, ആരോപണത്തിൽ എന്താ കുഴപ്പമുള്ളത്? ഞങ്ങൾ ശ്രീ സുരേഷ് ഗോപി ആയിട്ടുള്ള ഞങ്ങളുടെ തികച്ചും വ്യക്തിബന്ധം മാത്രമാണ്. ആ വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് BJPയുടെ മെമ്പർഷിപ്പ് ഉണ്ടാവുമോ അല്ലെങ്കിൽ മറ്റു കാര്യം അതൊക്കെ പോകാൻ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പറയാനുണ്ട്. UDFൽ നിന്നും LDFൽ നിന്നും മാണിസാർ കേരള കോൺഗ്രസ് മാണി വിഭാഗം മാറി നിന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് ഇരു മുന്നണിയിലും പെടാതെ നിന്ന സമയത്ത് റബ്ബറിൻ്റെ വിലയിടിവിനെതിരെ കോട്ടയം തിരുനക്കര മൈതാനത്ത് ജോസ് കെ മാണി ഒരു അനിശ്ചിതകാല നിരാഹാരം പ്രഖ്യാപിച്ചു. ആ നിരാഹാരം 1, 2, 3 ദിവസം നീണ്ടുപോയപ്പോൾ ജോസ് കെ മാണിയുടെ പിതാവ് KM മാണി സാർ ആകെ അസ്വസ്ഥനായി. ആരും ഇടപെടുന്നില്ല. UDF നേതൃത്വവും LDF നേതൃത്വം ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ അന്തരിച്ച സാക്ഷാൽ മാണി സാർ എന്നെ വിളിച്ചിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, ബിജു എങ്ങനെ ഈ സമരം അറിയാമല്ലോ, അവൻ ഭക്ഷണം കഴിക്കാതിരിക്കുക, എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, എനിക്കും കുട്ടിയമ്മയ്ക്കും ആകെ വിഷമമാണ്, അപ്പോൾ ബിജു എങ്ങനെയെങ്കിലും ഇടപെടണം. സുരേഷ് ഗോപി അന്ന് അദ്ദേഹം രാജ്യസഭ MP-യാണ്. സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും നമ്മുടെ തിരുനക്കര മൈതാനത്ത് എത്തിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ KM മാണിയാണ്. അന്ന് ഞാൻ BJPയുടെ മെമ്പറൊന്നുമല്ല. അന്ന് BJPയുടെ സഹായം തേടിയ ഇദ്ദേഹത്തിൻ്റെ പിതാവിനോട് ചോദിക്കണമായിരുന്നു ഈ ചോദ്യം. ഇന്ന് ഈ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം ജോസ് കെ മാണി ചോദിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ലെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. പിന്നെ തൃശ്ശൂർ പ്രവർത്തിച്ച ആ കാര്യം, ഞാൻ BJPയുടെ ഒരു പാർട്ടിയിലെ മെമ്പറല്ല. അദ്ദേഹമായിട്ട് 35 വർഷത്തെ അടുത്ത കുടുംബബന്ധമാണ് ഞങ്ങൾക്കുള്ളത്. ആ കുടുംബബന്ധത്തിൻ്റെ പേരിൽ ശരിയാണ്, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്, ആ കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്ന് UDFൻ്റെ സംവിധാനമായിട്ട് സഹകരിച്ച് ഞങ്ങൾ പോയോ അന്ന് മുതൽ UDFൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഉറച്ചു നിന്നു എന്ന് പറയാൻ എനിക്ക് ആ വിശ്വാസത്തോടുകൂടെ തന്നെയാണ് ഞങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കുന്നത്. ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ UDF നേതൃത്വം പറഞ്ഞു കഴിഞ്ഞാൽ